السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين ما بعد اتقوا الله عباد الله. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ ഒരു വാചകമാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കാണാം: നിസാഉ സ്വഹാബത്തി കുന്ന യുരിദ്ന അജ്ജാറൽ ആഖിറത വമാ ഇൻദല്ലാഹി വലം യകുൻ മുറാദുഹുന്ന അദ്ദുനിയ. സഹാബ വനിതകൾ അവർ ഉദ്ദേശിച്ചിരുന്നത് ആഖിറത്തിലെ ഭവനങ്ങളായിരുന്നു, എന്ന് പറഞ്ഞാൽ ആഖിറത്തിലെ ജീവിതവും വമാ ഇൻദല്ലാഹി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലുള്ളതുമായിരുന്നു. വലം യകുൻ മുറാദുഹുന്ന അദ്ദുനിയ, അവർ ഒരിക്കലും അവരുടെ വിചാരങ്ങളിൽ വന്നിട്ടില്ല അദ്ദുനിയ, ദുനിയാവ് എന്ന് പറഞ്ഞു. അവരുടെ വിചാരങ്ങളിലുള്ളതല്ല ദുനിയാവ് എന്ന് പറഞ്ഞു. ഫലം യകുന്ന യുബാലീന ബിഉസ്രി അസ്വാജിഹിന്ന, അതുപോലെ തന്നെ അവരുടെ ഭർത്താക്കന്മാരുടെ പ്രയാസങ്ങൾ അവർ പരിഗണിക്കുകയും ചെയ്യുമായിരുന്നില്ല. ലിഅന്ന അസ്വാജഹുന്ന കാനു കദാലിക്, അതിൻ്റെ കാരണമായിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് ലിഅന്ന അസ്വാജഹുന്ന കാനു കദാലിക്, അവരുടെ ഭർത്താക്കന്മാരും ഇങ്ങനെയായിരുന്നു, ആ രൂപത്തിലായിരുന്നു. അതായത് ദുനിയാവിനോട് പ്രാമുഖ്യം കൊടുക്കാതെ ആഖിറത്തിന് വേണ്ടി ജീവിച്ച ആളുകളായിരുന്നു എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്: അമ്മാ നിസാഉൽ യൗം, എന്നാൽ ഇന്ന് കാലത്തുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഫയതസവ്വജ്ന റജാഅ ദുനിയൽ അസ്വാജ്, അവർ വിവാഹിതരാകുന്നത്, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ദുനിയാവിനെ ആഗ്രഹിച്ചുകൊണ്ട്, അതായത് ഭർത്താക്കന്മാരുടെ അടുക്കലുള്ള ദുനിയാവിനെ കണ്ടുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ വിവാഹത്തിന് റെഡിയാവുന്നത്. വനഫഖത്തിഹിന്ന വ കിസ്വത്തിഹിന്ന, അതുപോലെ തന്നെ അവരുടെ ഉപജീവനം, അവർക്ക് എത്ര ഉപജീവനം ലഭിക്കും, അതുപോലെ തന്നെ അവർക്ക് എത്ര വസ്ത്രങ്ങൾ ലഭിക്കും, ഇതൊക്കെ കണ്ടിട്ടാണ് ഒരു സ്ത്രീ എന്ത് ചെയ്യുന്നത്, വിവാഹിതയാകുന്നത്. എന്നിട്ട് പറയാണ് ഫൽമർഅതു തദ്ഖുലുൽ യൗമ അലാ റജാഇദ് ദുനിയ, ഒരു സ്ത്രീ ദുനിയാവിൻ്റെ കാര്യങ്ങൾ മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് അവൾ എന്ത് ചെയ്യുന്നത്, പ്രവേശിക്കുന്നത്. ഇത് കേവലം ഒരു സ്ത്രീയുടെ ഒരു മെൻറ്റാലിറ്റി മാത്രമല്ല, ഇന്ന് കാലഘട്ടത്തിൽ ഓരോ മാതാപിതാക്കളുടെയും കൂടെ മാനസികാവസ്ഥ ഇതാണ്. നമ്മുടെ പുരുഷൻ കെട്ടുകയാണെങ്കിലാവട്ടെ, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാവട്ടെ, അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുക എന്താണ്, എത്ര ആ ഭർത്താവിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ ആ കുടുംബത്തിന് എത്ര ഭൗതികമായ സ്റ്റാറ്റസ്, ഭൗതികമായ കാര്യങ്ങൾ അവർക്കുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ളത്. ദീന് പിന്നീട് ഉണ്ടായിക്കോളും, ദീനൊക്കെ പിന്നെ വന്നോളും എന്നാണ് പല ആളുകളും എന്ത് ചെയ്യാറുള്ളത്, ചിന്തിക്കാറുള്ളത്. സത്യത്തിൽ നമ്മൾ നോക്കേണ്ടത് ഏറ്റവും ദുനിയാവ് നോക്കണ്ട എന്നുള്ളതല്ല, ദുനിയാവ് നോക്കണം. പക്ഷേ നമ്മൾ ഏറ്റവും പ്രാമുഖ്യത്തോടു കൂടി നമ്മൾ നോക്കേണ്ടത് കാര്യം അവർക്ക് എത്ര ദീനുണ്ട്, എത്ര ദീനിയായി അവർ ജീവിക്കുന്നുണ്ട്, ഹലാൽ ഹറാമുകൾ നോക്കി അവർ ജീവിക്കുന്നുണ്ട് എന്നാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിലൂടെ വരുന്ന സന്തതികളാവട്ടെ, അതുപോലെ സന്താനങ്ങളാവട്ടെ, ഉമ്മത്തിനും അതുപോലെ തന്നെ അവരുടെ ആഖിറ ജീവിതത്തിനും ഉപകരിക്കുള്ളൂ. പലപ്പോഴും നമുക്കറിയാം, ദീനിയായി ജീവിച്ച് ഉപ്പാൻ്റെ അടുത്ത് ഉമ്മാൻ്റെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ ദീനിയായി ജീവിച്ച സ്ത്രീകൾ അവരെ വിവാഹം കഴിച്ച് അയക്കുമ്പോഴേക്ക് ആ ഭർത്താവിൻ്റെ സ്വഭാവം അവർ സ്വീകരിച്ച് ആ രൂപത്തിൽ ദുനിയാവിൽ മുഴുകി ഔറത്ത് കാണിക്കുന്നതിലും അതുപോലെ തന്നെ പരസ്യമായി വരുന്നതിലും യാതൊരു പ്രയാസവും ഇല്ലാതെ ആകുന്ന ഒരവസ്ഥയൊക്കെ നമ്മൾ ചുറ്റുഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ യൂട്യൂബും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലുള്ള സ്ത്രീകൾ എല്ലാവരും വിവാഹത്തിന് മുമ്പേ അങ്ങനെ ആയിരുന്നില്ല. പല ആളുകളും വിവാഹം കഴിച്ചതിൻ്റെ ശേഷം ലജ്ജ നഷ്ടപ്പെട്ട എത്രയോ സ്ത്രീകളെ നമുക്ക് ചുറ്റും തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മളൊക്കെ വിവാഹം കഴിക്കുകയാണെങ്കിലും ദീന് എത്രയുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി നമ്മൾ വിലയിരുത്തിക്കൊണ്ടായിരിക്കണം വൈവാഹിക ജീവിതത്തിലേക്കും മറ്റൊക്കെ നമ്മൾ പ്രവേശിക്കേണ്ടത്. അല്ലാതെ കേവലം ദുനിയാവ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടുക്കൽ ഓർക്ക് എത്ര ജോലിയുണ്ട്, അല്ലെങ്കിൽ എന്ത് ബിസിനസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര സാമ്പത്തിക സ്ഥിതി ഉണ്ട് എന്ന് മാത്രം നോക്കിക്കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ വിവാഹം കഴിപ്പിക്കാൻ പാടില്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.